ദൈവത്തിന് സ്തുതി. ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ അത്ഭുത കഥകൾ നമ്മൾ കേൾക്കുകയായിരുന്നല്ലോ. നിങ്ങൾ അയച്ചു തന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാനും അനേകം വൈദികരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ മാതാവിൻ്റെ അത്ഭുത കഥകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മരിയൻ സഭയിലെ അംഗമായ റവറൻ ഫാദർ ജോജി കളരിക്കൽ മോൺഫോർട്ട് വൈദികനായ അച്ഛനെയാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ ഞാൻ മാതാവ് ഓരോ വിശുദ്ധരുടെ ജീവിതത്തിൽ നൽകിയ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ പോകുന്നത് വളരെ മരിയഭക്തനായിരുന്ന പല മാർപ്പാപ്പന്മാരെയും വളരെയധികം സ്വാധീനിച്ച, പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ എന്ന മാർപ്പാപ്പയെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വലിയ മരിയഭക്തനാണ് വിശുദ്ധ മരിയ ലൂയിസ് ദി മോൺഫോർട്ട്. യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച, അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ വേണ്ടി സാധിച്ച വലിയ മരിയഭക്തനാണ് വിശുദ്ധ മോൺഫോർട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കാം, അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയിൽ നിന്നും നടന്നിട്ടുണ്ടായിരിക്കാം. ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മരിയൻ വിശുദ്ധൻ എന്ന നിലയിൽ വിശുദ്ധ മോൺഫോർട്ട് നമ്മളോട് പറഞ്ഞു തരിക, ഈ അത്ഭുതങ്ങളെക്കാളും അടയാളത്തിലും ഉപരിയായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളരണം എന്നുള്ളത്. മോൺഫോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ആഴമായ ബന്ധമുണ്ടായിരുന്നു. മോൺഫോർട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ വിശ്വാസികൾ, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾ പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മോൺഫോർട്ട് നേരിട്ട് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് മോൺഫോർട്ടിൻ്റെ സമീപത്തായിരിക്കുന്നത്. അപ്പോൾ മോൺഫോർട്ടിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മളോട് പറയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ബന്ധത്തിൻ്റെ ഒരു മനോഭാവമാണ്. മോൺഫോർട്ട് പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാ വിഷമങ്ങളും, കുരിശുകളും, സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ വേണ്ടി മോൺഫോർട്ടിന് സാധിച്ചു. മോൺഫോർട്ടിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മോൺഫോർട്ട് തൻ്റെ പാരിഷ് മിഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ഇടവകളിലും ധ്യാനങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് പൊൻഷാത്ത് എന്ന സ്ഥലത്ത് തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെയുള്ള ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു കാൽവരി പണിയുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ ഇൻസ്പയർ ആയിക്കൊണ്ട് വിശുദ്ധ മോൺഫോർട്ട് മനോഹരമായ ഒരു കാൽവരി പണിയുവാനായിട്ട് പ്ലാൻ ഇടുകയാണ്. അങ്ങനെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു 10 മാസത്തെ പ്രൊജക്റ്റ് അവർ പ്ലാൻ ചെയ്തു. അപ്പം അതിൻ്റെ സമാപനം എന്ന് പറയുന്നത് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായ സെപ്റ്റംബർ 14 1710 അത് ബ്ലെസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, അവിടെയുള്ള ആളുകളെല്ലാം സഹകരിച്ച്, മോൺഫോർട്ടുമായിട്ട് സഹകരിച്ച് പണികൾ പുരോഗമിക്കുകയാണ്. അവസാനം ഇത് ബ്ലെസ് ചെയ്യേണ്ട സമയമെത്തി. അപ്പോൾ പിതാവിൽ നിന്നും ഓർഡർ കിട്ടുകയാണ്. തൊട്ട് തലേ ദിവസം പിതാവിൽ നിന്ന് ഓർഡർ കിട്ടുകയാണ്, അത് ബ്ലെസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ 10 മാസത്തെ ആയിരക്കണക്കിന് ആളുകളുടെ വിയർപ്പും കഷ്ടവും കഠിനാധ്വാനവും എല്ലാം മോൺഫോർട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. മോൺഫോർട്ടിന് അറിയാം എത്രയേറെ ത്യാഗം സഹിച്ചാണ് അവർ ഇത്രയും മനോഹരമായ കാൽവരി ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി പണിതുയർത്തിയെന്ന്. മോൺഫോർട്ട് ഉടനെ ഈ ഉത്തരവ് കേട്ടി ഉടനെ തന്നെ 60 കിലോമീറ്റർ അകലെയുള്ള ബിഷപ്പ് ഹൗസിലേക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണ്. ബിഷപ്പിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി കൊണ്ട് കേണപേക്ഷിച്ചു, പിതാവെ, എങ്ങനെയെങ്കിലും ഈ ഉത്തരവ് മാറ്റിത്തരണം. ഞങ്ങൾക്ക് 14 രാവിലെ 10 മണിക്ക് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ അന്ന് തന്നെ ഈ കാൽവരി ബ്ലെസ് ചെയ്യാൻ അങ്ങ് വരണം, അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഓർഡറാണ് ഈ കാൽവരി ഡിസ്ട്രോയ് ചെയ്യണം. കാരണം വെസ്റ്റേൺ ഫ്രാൻസിൻ്റെ പൊൻഷാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള സോൾജിയേഴ്സ് അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി വന്നാൽ അതിനെ ഫ്രാൻസിനെതിരെ അവരുപയോഗപ്പെടുത്തും എന്ന് മോൺഫോർട്ടിൻ്റെ ശത്രുക്കൾ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഓർഡറാണ്, എനിക്കൊന്നും ചെയ്യുവാനായിട്ട് പറ്റുകയില്ല എന്ന് പിതാവ് പറയുകയും ചെയ്തു. അങ്ങനെ മോൺഫോർട്ട് തിരിച്ച് യാത്രയായി കാൽവരി ബ്ലെസ് ചെയ്യപ്പെടേണ്ട ആ പൊൻഷാത്ത് എന്ന സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ കാണുന്നത് തന്നോട് സഹകരിച്ച വിശ്വാസികൾ, കാൽവരി പണിയാൻ വേണ്ടി തന്നോട് സഹകരിച്ച ആ വിശ്വാസികൾ, അതേ വിശ്വാസികളാൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഓർഡറുകൾ വഴി അവർ
നശിപ്പിക്കുന്ന കാൽവരിയാണ് മോൺഫോർട്ട് കാണുന്നത്. മോൺഫോർട്ടിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എങ്കിലും പരിശുദ്ധ അമ്മയെപ്പോലെ സഹനത്തിൻ്റെ തീവ്ര നിമിഷത്തിൽ പോലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് ഉറച്ചു വിശ്വസിച്ച മോൺഫോർട്ട് ഓടി കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന എല്ലാ ജനത്തെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, അവർ ഈ കാൽവരി നശിപ്പിക്കുന്നു. പക്ഷേ ഇഫ് യു ബിൽഡ് എ കാൽവരി ഇൻ ആ ഹാർട്ട്സ് നോ വൺ ക്യാൻ ഡിസ്ട്രോയ്. അതേ സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കാൽവരി പണിയുകയാണെങ്കിൽ അതിനെ ആർക്കും നശിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ തച്ചുടയ്ക്കപ്പെട്ട നിമിഷങ്ങളുണ്ടായിരിക്കാം. മോൺഫോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 10 മാസക്കാലം ആയിരക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തിയ ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു ഈ കാൽവരിയുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോൺഫോർട്ട് പറഞ്ഞു, ഇത് വെറും 24 മണിക്കൂർ മാത്രമാണ് ദൈവം തമ്പുരാൻ ഈ പൂർത്തിയാക്കപ്പെട്ട കാൽവരി നിലനിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന്. പരിശുദ്ധ അമ്മയെപ്പോലെ മോൺഫോർട്ട് പറയുന്നു, ഞാൻ 1000 തവണ മരിക്കുവാൻ വേണ്ടി റെഡിയാണ്, ഇത് ദൈവത്തിന് എതിരായിട്ട് പോവുകയാണ് എങ്കിൽ എന്ന്. അതുകൊണ്ട് ഈ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിമിഷങ്ങൾ, പല തിക്താനുഭവത്തിൻ്റെ നിമിഷങ്ങൾ, സ്വപ്നങ്ങൾ തച്ചുടപ്പിക്കപ്പെട്ട നിമിഷങ്ങൾ, മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ സ്വാർത്ഥതയാൽ നമ്മുടെ നാശത്തിലേക്ക് സംഭവിച്ച നാശത്തിലെ അല്ലെങ്കിൽ നമുക്ക് വന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം, രോഗാവസ്ഥ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ അവസ്ഥയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധ മോൺഫോർട്ടിനെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അവിടെ നമ്മൾ പരാജയപ്പെടുകയല്ല. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ പ്രാവർത്തികമാക്കിയതുപോലെ നമുക്കും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി സാധിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് വലിയ കൃപ കിട്ടുമെന്നുള്ളതാണ്. വർഷങ്ങൾ കഴിഞ്ഞുപോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, തകർക്കപ്പെട്ട അതേ കാൽവരിയുടെ സ്ഥലത്ത് പുതിയ കാൽവരി ഉയർത്തപ്പെടുകയാണ്. ഞങ്ങളുടെ സഭയിലെ ഭരണാധികാരികൾ പുതിയ കാൽവരി പണിതു. മോൺഫോർട്ടിൻ്റെ ഡ്രീം പോലെ, മോൺഫോർട്ടിൻ്റെ ആഗ്രഹപ്രകാരം പോലെ തന്നെ. അതിന് ശേഷം ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് ഈ കാൽവരി നാന്ത് എന്ന രൂപതയിലെ ഡയസിസൻ സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അനേകം വിശ്വാസികൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി, അഭിഷേകം തേടി പോകുന്നു. അതേ സ്നേഹമുള്ളവരെ, വിശുദ്ധ മോൺഫോർട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന വലിയ ഒരു അത്ഭുതത്തിൻ്റെ കഥ എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോടുള്ള ആഴമായൊരു സ്നേഹബന്ധം നമ്മൾ കെട്ടിപ്പടുത്തുയർത്തുമ്പോൾ, തീർച്ചയായിട്ടും പല തിക്താനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ഒരിക്കലും നമ്മളെ തകരുവാനായിട്ട് പരിശുദ്ധ അമ്മ സമ്മതിക്കുകയില്ല. കുരിശിൻ്റെ നിമിഷങ്ങളിൽ, സങ്കടത്തിൻ്റെ നിമിഷങ്ങളിൽ, രോഗാവസ്ഥയുടെ നിമിഷത്തിൽ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തച്ച് ഉടയ്ക്കപ്പെട്ട നിമിഷങ്ങളിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള പ്രത്യേക കൃപ കിട്ടും. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാകുവാനായിട്ട് സാധിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും വളരെ കഠിനമായ തിക്താനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിരിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ ബലിയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിശുദ്ധ മോൺഫോർട്ടിൻ്റെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. രോഗാവസ്ഥകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, അതുപോലെ പല പല തിക്താനുഭവങ്ങൾ, നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് സമർപ്പിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തമായിട്ട് സംരക്ഷിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നിങ്ങളെല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.